ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായിട്ട് ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സൂര്യയുടെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായ കങ്കുവ എന്ന സിനിമയിലെ സൂര്യയുടെ പോർഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റില്ല് പുറത്തുവിട്ടുകൊണ്ടാണ് സൂര്യ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏപ്രിൽ റിലീസിനൊരുക്കുന്ന കങ്കുവയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. നാളെ വിവിധ ഭാഷകളിൽ നിന്നായിട്ട് 6 സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് അയലാൻ. ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ മാസ് ഫാമിലി എന്റർടൈനർ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയാണ്. ധനുഷിന്റെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഒരുങ്ങുന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ ഇതിനോടകം തന്നെ അയലാനേക്കാൾ കൂടുതൽ മികച്ച പ്രതീക്ഷയെല്ലാം തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. 2 തമിഴ് സിനിമകളുടെയും അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കാം. നാളെ മോളിവുഡിൽ നിന്നും ഒരു സിനിമ റിലീസ് ചെയ്യുകയാണ്. അത് ഗൽബ് എന്ന സിനിമയാണ്. ഷൈനികം ഉപേക്ഷിച്ച സിനിമ നേരത്തെ ടീസർ കൊണ്ട് മികച്ചതായിട്ട് തോന്നിയ സിനിമ എന്നൊക്കെ നിലയിൽ നമുക്കറിയാമെങ്കിൽ പോലും ഈ ഒരു സിനിമ ഈ ആഴ്ച റിലീസ് ചെയ്യുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മാത്രമാണ് നാം അറിഞ്ഞത്. വിജയ് ബാബുവാണ് കൽബിന്റെ നിർമ്മാതാവ്. നാളെ 2 തെലുഗു സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതിലൊന്ന് പാനന്തൻ സിനിമ കൂടിയ ഹനുമാൻ എന്ന സിനിമയാണ്. ചിത്രം ഒരു ആക്ഷൻ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. മറ്റൊരു വമ്പൻ തെലുഗു സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമ അത് മഹേഷ് ബാബു നായകനെത്തുന്ന ഗുണ്ടൂർ കാരമാണ്. മാസ് ആക്ഷൻ ഫാമിലി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് എല്ലാം തന്നെ വൻ തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ടോ എന്ന് അറിയാനായിട്ട് കഴിയുന്നു. ആദ്യ അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കാം. മെറി ക്രിസ്മസ് എന്ന ഹിന്ദി സിനിമ കൂടി ഹിന്ദി തമിഴ് തെലുഗു ഭാഷകളിൽ നാളെ റിലീസ് ചെയ്യുന്നു. വിജയ് സേതുപതി കത്രീന കൈഫ് എന്നിവരാണ് സിനിമയിൽ പ്രധാന റോളുകളിൽ എത്തിയിരിക്കുന്നത്. ജനുവരി 14 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച നാഗാർജുനയുടെ തെലുഗു സിനിമയാണ് നാ സാമി രംഗ. ചിത്രം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള പൊറിഞ്ചു മറിയം ജോസിന്റെ തെലുഗു റീമേക്കാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴിലെ അടുത്തൊരു സ്പോർട്സ് ഡ്രാമ ആക്ഷൻ മാസ് വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് ബ്ലൂ സ്റ്റാർ. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. അശോക് സെൽവൻ, ശാന്തനു എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ ഈ ജനുവരി 25 തിയേറ്ററുകളിലേക്ക് എത്തും. ടൊവിനോയുടെ അന്വേഷിപ്പിന് കണ്ടെത്തും ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്തൊരു മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ചിത്രത്തിന്റെ ടീസർ നാളെ ജനുവരി 12 വൈകിട്ട് 6 മണിക്ക് ഒഫീഷ്യലായിട്ട് പുറത്തു വരുന്നതാണ്. ഈ ഏപ്രിൽ മാസം വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിലെ വമ്പൻ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. സിനിമയിലെ അജു വർഗീസിന്റെ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ജന്മദിനം പ്രമാണിച്ചുള്ള പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റുകൾ, സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. പുഷ്പ ദി റൂൾ എന്ന സിനിമ, പുഷ്പയുടെ 2ാം ഭാഗം അല്ലു അർജുൻ നായകനെത്തുന്ന സിനിമയുടെ റിലീസ് ഇനിയും നീട്ടാൻ സാധ്യതയുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഇനിയും പൂർത്തിയായിട്ടില്ല തുടങ്ങിയ റൂമറുകളെല്ലാം തന്നെ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്നൊരിക്കൽ കൂടി സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് 15 തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മോളിവുഡിൽ നിന്നും ഈ ജനുവരി 25 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടിന്റെ മലൈക്കോട്ടെ വാലിബനിലെ 3ാമത്തെ സിംഗിളിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. 3ാമത്തെ സിംഗിൾ നാളെ വൈകിട്ട് 6:30 പുറത്തു വരും. മടബര മിഴിയോരം എന്ന വരികളാൽ തുടങ്ങുന്ന ഒരു ഗാനമായിരിക്കും 3ാമത്തെ സിംഗിളായിട്ട് പുറത്തു വരിക. ഇതിനിടയിൽ സിനിമയുടെ ട്രെയിലറിന്റെയും ഓഡിയോ ലോഞ്ചിന്റെയും അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ അടുത്തയാഴ്ച സിനിമയുടെ ട്രെയിലർ ഓഡിയോ ലോഞ്ച് നടക്കും. ഈ ജനുവരി 18 കൊച്ചി ബോൾഗാട്ടിയിൽ വെച്ചായിരിക്കും സിനിമയുടെ ട്രെയിലർ ഓഡിയോ ലോഞ്ച് നടക്കുക. തുടർന്ന് സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻ ഇന്റർവ്യൂസിനും മറ്റ് വ്യത്യസ്ത പ്രൊമോഷൻ രീതികൾക്കും തുടക്കം കുറിക്കുന്നതാണ്. കാത്തിരിക്കൂ, അപ്ഡേറ്റുകൾ കേട്ടാം.